എല്ലാവർക്കും നമസ്കാരം. ദോസൻ PSCയുടെ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്ന വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1945 ഒക്ടോബർ 24-നാണ്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് ആണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ്. അതല്ലെങ്കിൽ മാൻഹട്ടൻ, അമേരിക്കയിൽ തന്നെ ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്നുള്ള സ്ഥലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഇനി യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജനീവയാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 193 രാജ്യങ്ങളാണ് നിലവിലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. ഇനി UN ദിനം, ഐക്യരാഷ്ട്ര ദിനം എപ്പോഴാന്ന് ചോദിച്ചാലോ അത് ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ച ദിവസമായ ഒക്ടോബർ 24 UN ദിനം. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുടെ ലോകം, ഇത് നിങ്ങളുടെ ലോകമാണ് എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം. ഇനി പോകുന്ന സമയത്ത് പതാക, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു പതാകയുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാക നിലവിൽ വന്ന വർഷം ചോദിച്ചാല് 1947 ഒക്ടോബർ 20. 1947 ഒക്ടോബർ 20-നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാക നിലവിൽ വരുന്നത്. ഇനി പതാകയുടെ കളർ ചോദിച്ചാലോ ഇളം നീല നിറമാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇളം നീല പശ്ചാത്തലത്തിലെ ഒലീവ് ശാഖകൾക്കിടയിലുള്ള ലോക ഭൂപടമാണ് ഇതിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാക മൊത്തത്തിൽ പറയുന്ന സമയത്ത്. ഇളം നീല നിറത്തിൽ ഉള്ള പശ്ചാത്തലത്തില് ഒലീവ് ശാഖകൾക്കിടയിലുള്ള ലോക ഭൂപടമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാക. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേകത നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അന്തർദേശീയ സുരക്ഷയും സമാധാനവും പരിപോഷിപ്പിക്കാനായി നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. അന്തർദേശീയ സുരക്ഷയും സമാധാനവും പരിപോഷിപ്പിക്കുന്നതിനായി വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഇനി മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജകം നൽകിയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് 1948. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ ഇടയാക്കിയ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. എന്താണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ അന്താരാഷ്ട്ര സഹവർത്തിത്വത്തിന് വേണ്ടി ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കാം. അത് എപ്പോഴാണ് ഒപ്പുവെക്കുന്നത് ചോദിച്ചാലോ 1941 ഓഗസ്റ്റ് 14-നാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത്. അതിനുശേഷം ഓർത്തിരിക്കേണ്ട ഒരു തീയതിയാണ്, ഒരു വർഷമാണ് 1942 ജനുവരി 1. 1942 ജനുവരി 1 ആ ദിവസമാണ് വാഷിംഗ്ടൺ കോൺഫറൻസ് നടക്കുന്നത്. 1942 ജനുവരി 1-നാണ് വാഷിംഗ്ടൺ കോൺഫറൻസ് നടക്കുന്നത്. അത് വാഷിംഗ്ടണിലാണ്. 26 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു കോൺഫറൻസ് ആണ് വാഷിംഗ്ടൺ കോൺഫറൻസ്. ഈ വാഷിംഗ്ടൺ കോൺഫറൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അറ്റ്ലാന്റിക് ചാർട്ടർ അംഗീകരിച്ചു. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും പിന്നെ വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഇവർ രണ്ടും തമ്മിൽ ഒപ്പുവെച്ച അറ്റ്ലാന്റിക് ചാർട്ടർ 1942 ജനുവരി 1 നടന്ന വാഷിംഗ്ടൺ കോൺഫറൻസിൽ വെച്ചിട്ട് അംഗീകരിച്ചു. അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പേരായ യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളത് പേര്
നിർദ്ദേശിച്ചു. ആരാ നിർദ്ദേശിച്ചത്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അതിനുശേഷം ഓർത്തിരിക്കേണ്ട ഒന്നാണ് 1943 ഒക്ടോബർ 30. 1943 ഒക്ടോബർ 30 എന്താണ് ഇതിന്റെ പ്രത്യേകത? അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക, USSR, ചൈന, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾ മോസ്കോയിൽ സമ്മേളിച്ചു. അതാണ് മോസ്കോ കോൺഫറൻസ്. മോസ്കോ കോൺഫറൻസ്. അതായത് 1943 ഒക്ടോബർ 30 അമേരിക്ക, USSR, ചൈന, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര സംഘടന എന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് മോസ്കോയിൽ സമ്മേളിക്കുന്നു. അതാണ് മോസ്കോ കോൺഫറൻസ്. ഈ വർഷവും രാജ്യങ്ങളുടെ പേരും ഓർത്തിരിക്കാം. ഇനി അടുത്തതായിട്ട് ഓർമ്മിക്കേണ്ട ഒരു ഇതാണ് വർഷമാണ് 1943. 1943 നവംബർ 28 തൊട്ട് ഡിസംബർ 1 വരെ. ഈ കാലയളവിലാണ് തെഹ്റാൻ കോൺഫറൻസ് നടക്കുന്നത്. തെഹ്റാൻ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരല്ല? USA ഉണ്ട്, USSR ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. USA ഉണ്ട്, USSR ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. ചൈന പങ്കെടുത്തിട്ടില്ല. ഈ 3 രാജ്യങ്ങളാണ് തെഹ്റാൻ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് 1944 സെപ്റ്റംബർ 21. 1944 സെപ്റ്റംബർ 21. ഇനി ഇതിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാല് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, USSR, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങള് അമേരിക്കയിലെ അല്ലെങ്കിൽ വാഷിംഗ്ടൺ DC-യിലെ ഡംബർട്ട് ഓക്സിൽ ഒത്തുചേർന്നു. അവിടെ ഒത്തുചേർന്ന ശേഷം UN-ന്റെ ഘടകങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രവർത്തനം എന്നിവയെ സംബന്ധിച്ചുള്ള ഒരു കരട് തയ്യാറാക്കുന്നു. ഓക്കെ, 1944 സെപ്റ്റംബർ 21 USSR, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ അമേരിക്കയിലെ ഡംബർട്ട് ഓക്സിൽ ഒത്തുചേരുന്നു. അവിടെ വെച്ചിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കരട് തയ്യാറാക്കുന്നു. ഈ സമ്മേളനമാണ് 1944 ഡൻബർട്ട് ഓക്സിൽ ചേർന്ന സമ്മേളനം. ഇവിടെ വെച്ച് ഈ കരട് തയ്യാറാക്കി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? UN ചാർട്ടർ ആണ്. UN ചാർട്ടർ തയ്യാറാക്കിയത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ 1944 സെപ്റ്റംബർ 21 നടന്ന അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ ഡംബർട്ട് ഓക്സിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് UN ചാർട്ടർ തയ്യാറാക്കപ്പെടുന്നത്. അതാണ് പ്രവർത്തനങ്ങളുടെ കരട് തയ്യാറാക്കി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം 1945 ഫെബ്രുവരി 4 തൊട്ട് ഫെബ്രുവരി 11 വരെ എന്താണ് നടന്നത്? യാൾട്ട സമ്മേളനം. യാൾട്ട എന്ന് പറയുന്നത് ഉക്രൈനിലെ ഒരു സ്ഥലമാണ്. യാൾട്ട സമ്മേളനം നടക്കുന്നു. യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണെന്ന് ചോദിച്ചാലോ? റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, അതേപോലെ ജോസഫ് സ്റ്റാലിൻ. റഷ്യയുടെ ജോസഫ് സ്റ്റാലിൻ അല്ല, USSR-ന്റെ ജോസഫ് സ്റ്റാലിന്, അമേരിക്കയുടെ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, ഇവർ 3 പേരും 1945 ഫെബ്രുവരി 4 തൊട്ട് ഫെബ്രുവരി 11 വരെ ഉക്രൈനിലെ യാൾട്ടയിൽ സമ്മേളിക്കുന്നു. അതാണ് യാൾട്ട സമ്മേളനം അല്ലെങ്കിൽ യാൾട്ട കോൺഫറൻസ്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് UN ചാർട്ടർ അതിനു മുമ്പിൽ UN ചാർട്ടർ തയ്യാറാക്കിയല്ലോ, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ ഇവർ നൽകുന്നു. 1944 കരട് തയ്യാറാക്കുന്നുണ്ട്. UN ചാർട്ടറിന്റെ കരട് തയ്യാറാക്കുന്നുണ്ട്. ആ കരടിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇവർ നൽകുന്നു. അതിനുശേഷം UNO ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെ ചോദിച്ചാലോ? ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ ഇടയാക്കിയ സമ്മേളനം അല്ലെങ്കിൽ കോൺഫറൻസ് ഏതാന്ന് ചോദിച്ചാൽ അത് യാൾട്ട കോൺഫറൻസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ യാൾട്ട സമ്മേളനമാണ് അല്ലെങ്കിൽ യാൾട്ട കോൺഫറൻസ് ആണ്. അതേപോലെ തന്നെ ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ഇത് തന്നെയാണ്. ജർമ്മനിയെ വിഭജിക്കുക, ഡീമിലിറ്ററൈസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ യാൾട്ട സമ്മേളനമാണ്. യാൾട്ട എന്നുള്ളത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള സ്ഥലമാണ് യാൾട്ട സമ്മേളനം. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം 1945 ജൂൺ 26 UN ചാർട്ടർ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ ഒപ്പുവെക്കുന്നു. UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ്? UN ചാർട്ടർ ആണ്. ഇതാണ് ഭരണഘടന.
ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്നറിയപ്പെടുന്ന UN ചാർട്ടർ ആണ്. ഇതിൽ 111 ആർട്ടിക്കിൾ ഉണ്ട്. 111 ആർട്ടിക്കിൾ ഉള്ള ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടനയാണ് UN ചാർട്ടർ. ഈ UN ചാർട്ടറിൽ ഒപ്പുവെച്ച എത്ര രാജ്യങ്ങളാണെന്ന് ചോദിച്ചാലോ 50 രാജ്യങ്ങളാണ് 1945 ജൂൺ 26 ഒപ്പുവെച്ചത്. ആദ്യം ഒപ്പുവെച്ചത് 50 രാജ്യങ്ങളാണ്. ഓക്കെ, 51ാമതായിട്ട് ഒപ്പുവെച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് പോളണ്ട് ആണ്. പോളണ്ട് ആണ് 51ാമതായിട്ട് UN ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം. ഇനി എന്നാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാലോ 1945 ഒക്ടോബർ 15-നാണ് പോളണ്ട് UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, UN ചാർട്ടറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക അംഗങ്ങൾ എത്രയും ചോദിച്ചാൽ 51 ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക അംഗങ്ങൾ എത്രയും ചോദിച്ചാൽ 51 ആണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാലോ നമ്മൾ നേരത്തെ പറഞ്ഞു, സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന 1945 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. എത്ര ആൾക്കാർ ഒപ്പുവെച്ചായിരുന്നു ആ സമ്മേളനത്തിൽ? ആ സമ്മേളനത്തിൽ 50 ആൾക്കാർ ഒപ്പുവെച്ചു. 51ാമതായിട്ട് 1945 ഒക്ടോബർ 15-ന് പോളണ്ട് ഒപ്പുവെച്ചു. മാറിപ്പോകരുത്. ഇനി UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം ഏതാന്ന് ചോദിച്ചാലോ നമ്മൾ നേരത്തെ പറഞ്ഞ കരട് തയ്യാറാക്കിയെന്ന് പറഞ്ഞൊരു സമ്മേളനമില്ലേ, ആ സമ്മേളനം 1944 വാഷിംഗ്ടൺ DC-യിലെ അല്ലെങ്കിൽ ഡംബർട്ട് ഓക്സിലിൽ നടന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് UN ചാർട്ടറിന് രൂപം നൽകിയത്. ഇങ്ങനെ ചോദിച്ചാൽ UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1944 ഡംബർട്ട് ഓക്സ് സമ്മേളനം. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ്? UN ചാർട്ടർ ആണ് അല്ലെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് UN ചാർട്ടർ ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അങ്ങനെയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടനയിൽ 111 ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ. 111 ആർട്ടിക്കിൾ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 1 എന്താണെന്ന് ചോദിച്ചാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ നിർവചിച്ചിരിക്കുന്നത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചാലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ നിർവചിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാല് ആർട്ടിക്കിൾ 1. ഓർത്തിരിക്കാം. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളും അംഗങ്ങളുടെ അവകാശങ്ങളും പ്രതിപാദിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാല് അത് UN ചാർട്ടറിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും പ്രതിപാദിക്കുന്നത് UN ചാർട്ടറിലാണ്. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞു UN ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണെന്ന് പറഞ്ഞു അല്ലെ. ആ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് UN ചാർട്ടറിന്റെ ആമുഖം തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാല് ഫീൽഡ് മാർഷൽ സ്മഡ്സ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്ന് പറഞ്ഞ UN ചാർട്ടറിന്റെ ആമുഖം തയ്യാറാക്കിയത്. ഇദ്ദേഹം തന്നെയാണ് UN ചാർട്ടറിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്. UN ചാർട്ടറിന്റെ മുഖ്യ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഫീൽഡ് മാർഷൽ സ്മഡ്സ് ആണ്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കാം. ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ട് UN ചാർട്ടർ പരിഭാഷപ്പെടുത്തിയ ഇന്ത്യൻ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ അത് സംസ്കൃതമാണ്. സംസ്കൃതം ഭാഷയാണ് UN ചാർട്ടർ ആദ്യം തർജ്ജമ ചെയ്ത ആദ്യ ഇന്ത്യൻ ഭാഷ. അല്ലെങ്കിൽ UN ചാർട്ടർ തർജ്ജമ ചെയ്ത അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ സംസ്കൃതമാണ്. അപ്പൊ ആരാണ് തർജ്ജമ ചെയ്തത് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയതെന്ന് ചോദിച്ചാലോ ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപാഠിയാണ് സംസ്കൃത ഭാഷയിലെ UN ചാർട്ടർ തർജ്ജമ ചെയ്തത് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയത്. ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാല് ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് എപ്പോഴാന്ന് ചോദിച്ചാലോ ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ജൂൺ 26-നാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. 1945 ജൂൺ 26-നാണ് UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലോ രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യ എപ്പോഴാണ് ഔദ്യോഗികമായി അംഗമാകുന്നത് എന്ന് ചോദിച്ചാലോ 1945 ഒക്ടോബർ 30-നാണ് ഇന്ത്യ UN ഐക്യരാഷ്ട്ര സംഘടനയിൽ ഔദ്യോഗികമായിട്ട് അംഗമാകുന്നത്. ഇന്ത്യ 29ാമത്തെ രാജ്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുന്ന 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെന്റർ എവിടെയാന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ
UN ഇൻഫർമേഷൻ സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ തായ്വാനാണ്. തായ്വാൻ ആദ്യ അംഗമായിരുന്നു. 1971 ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. 1971 പുറത്താക്കപ്പെട്ട ഏഷ്യൻ രാജ്യം, ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ തായ്വാനാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ നിലവിൽ അംഗമല്ലാത്ത ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ തായ്വാനാണ്. ഓക്കെ, അതുപോലെ തന്നെ യുഗ്ലോസ്ലാവാക്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യമാണ് യുഗ്ലോസ്ലാവാക്യ. അതുകൂടി ഓർത്തിരിക്കുക. 1992 യുഗ്ലോസ്ലാവാക്യ പുറത്താക്കിയത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ വത്തിക്കാൻ സിറ്റിയാണ്. വത്തിക്കാൻ സിറ്റി ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമല്ല. ഇനി അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായി ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ മൊണോക്കോ ആണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായ ഏറ്റവും ചെറിയ രാജ്യം. ഇനി നമ്മൾ പറഞ്ഞു 193 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ 193ാമത്തെ രാജ്യം, ഏറ്റവും അവസാനമായിട്ട് ജോയിൻ ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ സുഡാനാണ്. സൗത്ത് സുഡാനാണ് 193ാമതായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോയിൻ ചെയ്ത രാജ്യം. എപ്പോഴാണ് ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചാലോ 2011 ജൂലൈ 14 ദക്ഷിണ സുഡാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുന്നത്. ഇനി 192ാമത്തെ രാജ്യം ഏതാണോ മോണ്ടിനെഗ്രോ ആണ് 192ാമതായിട്ട് ജോയിൻ ചെയ്തത്. 191ാമതാണെങ്കിലോ 191ാമതായിട്ട് ജോയിൻ ചെയ്തത് കിഴക്കൻ തിമൂർ ആണ് 191ാമത്തെ രാജ്യം. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുന്ന 191ാമത്തെ രാജ്യം കിഴക്കൻ തിമൂർ ആണ്. 190ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലോ അത് സ്വിറ്റ്സർലാൻഡ് ആണ്. 190 സ്വിറ്റ്സർലാൻഡ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ എന്ന് ചോദിച്ചാലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ലണ്ടനാണ്. ലണ്ടൻ 1946 ലണ്ടനിൽ വെച്ചാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി UN ചിഹ്നം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചിഹ്നം അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാലോ വർഷം ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1946 ഡിസംബർ 7 1946 ഡിസംബർ 7 ഐക്യരാഷ്ട്ര സംഘടനയുടെ ചിഹ്നം അംഗീകരിക്കുന്നത്. ഇനി മറ്റൊരു പോയിന്റ് കൂടി ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി ആസ്ഥാനം പണിയാൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം പണിയാൻ വേണ്ടിയിട്ട് 18 ഏക്കർ ഭൂമി സൗജന്യമായി കൊടുത്തത് ആരാന്ന് ചോദിച്ചാല്, സൗജന്യമായി നൽകിയത് ആരാന്ന് ചോദിച്ചാല് ജോൺ ഡി റോക്ക് ഫെല്ലർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ഘടന മനസ്സിലാക്കാനുണ്ട്. ഏജൻസികളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.